ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫിംഗർലെസ് ഗ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് ഒരു 12 വരാൻ പാകത്തിന് ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി മടക്കിയിടുക. ഒന്നുകൂടി മടക്കിയിട്ട് കഴിഞ്ഞ ശേഷം ഇതുപോലെ 3 ഇഞ്ച് എടുക്കുക. താഴെ 3 ഇഞ്ച് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വീണ്ടും 3 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇത് രണ്ട് സ്ലീവിനും കൂടിയുള്ളത് നമ്മളിവിടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പീസ്, ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് മുകളിൽ ഫ്രണ്ട് പാർട്ട് വരുന്നതാണ്. ഇനി ബാക്ക് പാർട്ടിൽ ഇച്ചിരി കുറച്ചിട്ടാണ് എടുക്കുന്നത്. ആ ചരിച്ച് വരച്ചേക്കുന്ന വരയുടെ അവിടുന്ന് താഴേക്കുള്ളത് ആ പാർട്ട് മാത്രമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മെറ്റീരിയൽ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല പീസാണ്, നെറ്റിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇലാസ്റ്റിക്കും വേണം. എന്നിട്ട് നമുക്കിതുപോലെ ഇത് നിവർത്തി പിടിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ലൈനിങ് ആദ്യം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല പീസും വെച്ച് കൊടുത്ത് നമ്മളത് ചുറ്റിനും നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ 2 എലാസ്റ്റിക് വേണം. 2 എലാസ്റ്റിക്കും എടുക്കണം. നമുക്ക് ആദ്യം നല്ല മെറ്റീരിയലും പിന്നെ ലൈനിങ് കൂടെ കൂടി ഇതുപോലെ ഒരുമിച്ച് അതിൻ്റെ 4 സൈഡും 3 സൈഡാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. ലാസ്റ്റാണ് താഴത്തെ ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കണം. അത് ഇതുപോലെ വെച്ച് നമുക്ക് 3 സൈഡും അടിച്ചു കൊടുക്കണം. ഇതുപോലെ കൊണ്ടുവന്ന് അവിടെ നിർത്തി പിന്നീട് ഈ കുഴിച്ച് കൊണ്ടുവന്ന ഭാഗത്ത് നിർത്തി പിന്നെ താഴേക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ 2 സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ കറക്റ്റ് വെച്ച് നമുക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഉള്ളിലേക്കാണ് നമ്മളിതുപോലെ മടക്കി കൊടുക്കേണ്ടത്. ലൈനിങ് പീസ് വരുന്ന ഭാഗത്തേക്കാണ് ഇതുപോലെ വെച്ച് 3 സൈഡ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ആ കോൺ വരുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് മടക്കി കൊടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്ക്, ആ കൂത്ത ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഈ ഇലാസ്റ്റിക് ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് വേണം താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് വയ്ക്കാനുള്ള മെറ്റീരിയലും ഇതുപോലെ തന്നെ 3 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആദ്യം ആ വലിയ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ചെറിയ പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് 2 സൈഡും നമ്മൾ ഇതുപോലെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കണം. നല്ല വശം രണ്ടും ഉള്ളിലേക്ക് വരിക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചു കൊടുത്തിട്ട് നമ്മളത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് മറിച്ചെടുക്കും. ഇതുപോലെ 2 സ്ലീവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. താഴ്ഭാഗം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏത് കളർ ഫ്രോക്കാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഫ്രോക്കിൻ്റെ അതേ കളർ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ബർത്ത്ഡേക്കും പാർട്ടിക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇതുകൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രോക്കിൻ്റെ കൂടെ.
ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇതുപോലെ വരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.